വിദ്യാർത്ഥി ഓഫ് ലെവൽ 4 കോഴ്സായ ഡ്രാഫ്റ്റ്സ്മാനിൻ്റെ ഈ വീഡിയോ ലെസണിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഈ കോഴ്സ് കൺസ്ട്രക്ഷൻ സെക്ടറിൻ്റെ കീഴിൽ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു ഡ്രാഫ്റ്റ്സ്മാൻ ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം. എന്നിരുന്നാലും ഈ കോഴ്സ് പഠിക്കുന്ന നമ്മൾക്ക് എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്ന് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ കൺസ്ട്രക്ഷൻ സെക്ടർ. ഡ്രാഫ്റ്റ്സ്മാൻ ഒരു കൺസ്ട്രക്ഷൻ സെക്ടറിൽ എന്തെല്ലാം ചെയ്യുന്നു? പെർഫോം സം ഓഫ് ദി സെയിം ടാസ്ക് ആസ് ആർക്കിടെക്ട്സ് ആൻഡ് എൻജിനീയേഴ്സ്. ആർക്കിടെക്ട്സും എൻജിനീയേഴ്സും ചെയ്യുന്ന ചില ജോലികൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. പ്രിപ്പയർ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഡ്രോയിങ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്. അതായത് നമുക്ക് കുറേ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് കുറേ കോഡ് അറിയാം. കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണലി ആയിട്ടും നാഷണലായിട്ടും നമുക്ക് കുറേ കോഡ്സ് ഉണ്ട്. അത് വെച്ച് വേണം നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ. അപ്പോൾ ഈ സ്പെസിഫിക്കേഷൻ കോഡ്സും ഒക്കെ അനലൈസ് ചെയ്ത് അവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി റൂൾസൊക്കെ ശ്രദ്ധിച്ചിട്ട് അവിടുത്തെ സൈറ്റ് കണ്ടീഷൻസ് നോക്കി, എന്നിട്ട് നമുക്ക് ആർക്കിടെക്ട്സോ എൻജിനീയേഴ്സോ തന്നിരിക്കുന്ന ലൈൻ സ്കെച്ചസോ വേറെ എന്തെങ്കിലും സ്കെച്ചസൊക്കെ നോക്കിയിട്ട് അതിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടെക്നിക്കൽ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻസും ഒക്കെ നമുക്ക് ആ ഡ്രോയിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതുവാൻ സാധിക്കും. ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ ഉള്ള ഒരു അവയർനെസ് കിട്ടും. പ്ലാൻ ആൻഡ് ഓർഗനൈസ് അസൈൻഡ് വർക്ക്. നമുക്കൊരു വർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ആ വർക്ക് കിട്ടിയാൽ ഡ്രാഫ്റ്റ്സ്മാൻമാർ തന്നെ ഒരു ടീം ലീഡർ കാണും. ആ ടീം ലീഡർ നിങ്ങളെ പല ഗ്രൂപ്പായിട്ട് തിരിക്കും. ഈ പല ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. യൂഷ്വലി ഇപ്പോൾ മിക്ക വർക്കുകളും നമ്മൾ സെർവർ ബേസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. സെർവർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ കമ്പ്യൂട്ടർ കാണും. ആ കമ്പ്യൂട്ടറിൽ സെർവറായിട്ടിരിക്കുന്ന അവിടെ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ സെയിം ഡ്രോയിങ്ങിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. റെവിറ്റ് പോലുള്ള സോഫ്റ്റ്വെയർസൊക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വർക്ക് ചെയ്യുമ്പം ആർക്കിടെക്ചർ ഡ്രാഫ്റ്റ്സ്മാൻമാർ, MEP ഡ്രാഫ്റ്റ്സ്മാൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഇതെല്ലാം വരയ്ക്കുന്നവർക്കെല്ലാം ഒന്നിച്ചിരുന്ന് ഒരേ സമയത്ത് തന്നെ ഒരേ ഡ്രോയിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വർക്കുകളെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യും? മെയിൻ ടീം ലീഡർ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ ഒന്നിച്ചാക്കി അസംബിൾ ചെയ്ത് മെയിൻ ഡ്രോയിങ് ആയിട്ട് കൊടുക്കും. അപ്പം നിങ്ങൾ പല പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങളുടെ വർക്കിനെ ഡിവൈഡ് ചെയ്യാനായിട്ടും ഒരു നല്ല ടീം ലീഡറായിട്ടുള്ള ഡ്രാഫ്റ്റ്സ്മാന് സാധിക്കും. ഡിറ്റക്ട് ആൻഡ് റിസോൾവ് ഇഷ്യൂസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. നമ്മളൊരു ഡ്രോയിങ് വരച്ചു. അപ്പോൾ നമ്മൾ ഡ്രോയിങ് വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങളിപ്പം ഓൾമോസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ കേട്ടു, എക്സ്പേർട്ട് ഇൻട്രാക്ഷൻസ് കേട്ടു. അപ്പോഴെല്ലാം നമ്മൾ ബേസ് ചെയ്ത് വരയ്ക്കുന്നതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലാറ്റിറ്റ്യൂഡ്സിനെയും ലോഞ്ചിറ്റ്യൂഡ്സിനെയും ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ ഈ കോർണേഴ്സിനൊക്കെ ഒരു ലാറ്റിറ്റ്യൂഡും ഉണ്ടാവും, ലോഞ്ചിറ്റ്യൂഡും ഉണ്ടാവും. അതായത് നമ്മൾ GPS ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സ്ഥലമൊക്കെ ലൊക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, GPS ലൊക്കേഷൻ വെച്ചാണ് നമ്മൾ മൊബൈലിലൊക്കെ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് പോകുന്നത്. അതേപോലെ നമ്മൾ ഡ്രോയിങ് വരയ്ക്കുമ്പം ആ ഡ്രോയിങ് ആ സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡിനെയും ലോഞ്ചിറ്റ്യൂഡിനെയും ബേസ് ചെയ്തായിരിക്കും വരയ്ക്കുന്നത്. അപ്പം നമ്മൾ സൈറ്റിലൊക്കെ ഈ ഡ്രോയിങ് കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പം യൂഷ്വലായിട്ട് ഈ ലാറ്റിറ്റ്യൂഡോ ലോഞ്ചിറ്റ്യൂഡോ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ചിലപ്പോൾ അടുത്ത ആളുടെ പ്ലോട്ടിലേക്കൊക്കെ മാറിപ്പോകും. അപ്പം അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം ഒരു ഡ്രാഫ്റ്റ്സ്മാൻ്റെ ജോലിയാണ്. യൂഷ്വലായിട്ട് ആർക്കിടെക്ട്സ് എൻജിനീയേഴ്സിനൊന്നും ഇതിനൊന്നും ടൈം കിട്ടാറില്ല. ഒരു മെയിനായിട്ടുള്ള ഡ്രാഫ്റ്റ്സ്മാന് പോയി ആ സൈറ്റിൽ പോയി ആ ലൊക്കേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു കഴിവുണ്ടാവും. അപ്പോൾ ഡിറ്റക്ട് ആൻഡ് റിസോൾവ് ഇഷ്യൂസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. അതേപോലെ എക്സിക്യൂഷൻ സമയത്ത് പല പല ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങളുടെ ഡ്രോയിങ്ങും നിങ്ങളുടെ സൈറ്റിലുണ്ടാകുന്ന ചെയ്യുന്ന വർക്കും തമ്മിൽ ചെറിയ മിസ്മാച്ച് ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ സോൾവ് ചെയ്യാൻ നല്ലൊരു ഡ്രാഫ്റ്റ്സ്മാന് സാധിക്കും. ഡെമോൺസ്ട്രേറ്റ് പോസിബിൾ സൊല്യൂഷൻസ് ആൻഡ് വർക്ക് ആസ് എ ടീം. അതായത് ഒരു ടീം വർക്ക്. അതായത് നമ്മുടെ സൈറ്റിൽ കുറേ ആളുകൾ കാണും. ഇൻറ്റേർണലായിട്ട് നമ്മൾ മെക്കാനിക്കലുകാർ കാണും, പ്ലംബിങ് ചെയ്യുന്നവർ കാണും, ഇലക്ട്രിക്കലുകാർ കാണും, അതേപോലെ ക്വാണ്ടിറ്റി സർവേയേഴ്സ് കാണും. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഡ്രാഫ്റ്റ്സ്മാൻ എന്ത് ചെയ്യും? ഇവരുമായിട്ടൊക്കെ നല്ലൊരു കോർഡിനേഷൻ വെച്ചിട്ട് നമ്മൾ ഒന്നിച്ചു പോകും. ഫോർ എക്സാമ്പിൾ നമ്മൾ കേബിൾ ലേ ചെയ്യുന്ന കാര്യം, അതുപോലെ പ്ലംബിങ്ങിൻ്റെ ഡ്രെയിനേജ് വെള്ളം പോകുന്നുണ്ട്. ഈ രണ്ടും ഒരേ ലെവലിലാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നാച്ചുറലായിട്ടും രണ്ടും കൂടെ ഒരേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പല പല പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് വേണം? നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ
ആർക്കിടെക്ചർ വരയ്ക്കുന്ന ഒരു ഡ്രോട്ട്സ്മാനോടിനെ വിളിച്ച് ഇലക്ട്രിക്കൽ വരയ്ക്കുന്ന ആളോട് ചോദിക്കും, നിങ്ങൾ ഏത് ലെവലിലാണ് ഇടുന്നത്, ഇടുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. അപ്പം തന്നെ നമ്മൾ ആ ഒരു കോർഡിനേഷൻ മീറ്റിംഗ് കൂടിയിട്ട് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ടീമായിട്ട് വർക്ക് കഴിഞ്ഞാൽ എളുപ്പത്തിൽ വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ നമുക്ക് ആ ഡ്രോയിങ് വരച്ച് തീർക്കുവാൻ സാധിക്കും. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഇമ്പോർട്ടൻ്റ് ആണത്. നമ്മൾ മിനിമം സംസാരിച്ച് മാക്സിമം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാം. ക്ലിയർ ആയിരിക്കണം. നമ്മൾ പറയുന്ന വർക്കുകൾ, നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എല്ലാം പെർഫെക്ഷൻ ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ പെർഫെക്ഷൻ ആയിരിക്കണം. എന്ത് ചോദിച്ചാലും നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. കോഡ്സ്, സ്പെസിഫിക്കേഷൻസ്, ഇതെല്ലാം നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതുപോലെ സ്പെസിഫിക്കേഷൻ റൈറ്റർ എന്ന് പറയുന്നതും ഒരു നല്ലൊരു ഡ്രാഫ്റ്റ്സ്മാനിന് സ്പെസിഫിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അവരുടെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്ന് പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഒരു സംശയത്തിൻ്റെ ആവശ്യവുമില്ല. സംശയം വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇതായിരിക്കും നമ്മുടെ വർക്ക്. അതുകൊണ്ട് ക്ലിയർ ആൻഡ് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ക്ലയൻറ്റ്. ഓണറായിട്ടും ആയിരിക്കണം, അതേപോലെ ടീമിലുള്ള ബാക്കി മെമ്പേഴ്സുമായിട്ടായിരിക്കണം. അങ്ങനെ നല്ലൊരു ഡ്രാഫ്റ്റ്സ്മാൻ ഇതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കുന്നത്. ഇനി ഒരു സിവിൽ ഡ്രാഫ്റ്ററിൻ്റെ ജോബ് റോൾ എന്താണ്? അത് യൂഷ്വലായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ജോബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഡ്യൂസ് ഡ്രോയിങ്സ് യൂസിങ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഡ്രാഫ്റ്റിംഗ് സിസ്റ്റംസ്. എന്തായാലും നമ്മൾ കൈകൊണ്ട് വരയ്ക്കുന്നതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എന്തായാലും കമ്പ്യൂട്ടർ നമ്മൾ അറിഞ്ഞിരുന്നേ സാധിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു സിവിൽ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ഡ്രോയിങ്സ് യൂസിങ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഡ്രാഫ്റ്റിംഗ് സിസ്റ്റംസ് ലൈക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ നിങ്ങൾ ഓട്ടോകാഡ് ഇപ്പോൾ ഇനി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓർ ഡ്രാഫ്റ്റിംഗ് മെഷീൻ. ഇത് കണ്ടോ, ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഡ്രാഫ്റ്റിംഗ് മെഷീനാണ്. ആ മെഷീൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സാധനം ഇത് ഹൊറിസോണ്ടലായിട്ടും ഇത് വെർട്ടിക്കലായിട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഇതിലൊരു മിനി ഡ്രാഫ്റ്റ് ഉണ്ട്. ആ മിനി ഡ്രാഫ്റ്റിനെ നമുക്ക് ഏത് ആംഗിളിലും നമുക്ക് ചെയ്യുവാൻ പറ്റും. ഇതിൻ്റെ പേരാണ് ഡ്രാഫ്റ്റിംഗ് മെഷീൻ. ഈ ഡ്രാഫ്റ്റിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് നമ്മൾ എളുപ്പത്തിൽ വരച്ച് കൊടുക്കാൻ സാധിക്കണം. ഓർ ബൈ ഹാൻഡ് യൂസിങ് കോമ്പസ്, ഡിവൈഡേഴ്സ്, പ്രൊട്രാക്ടേഴ്സ്, ട്രയാങ്കിൾസ് ഓർ അതർ ഡ്രാഫ്റ്റിംഗ് ഡിവൈസ്. എന്ത് ഡ്രാഫ്റ്റിംഗ് ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒരു സിവിൽ ഡ്രാഫ്റ്ററിന് ഉണ്ടായിരിക്കണം. ഡ്രാഫ്റ്റ് പ്ലാൻസ് ആൻഡ് ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഫോർ സ്ട്രക്ചേഴ്സ്, ഇൻസ്റ്റലേഷൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് സച്ച് ആസ് highways, sewage disposal systems, dikes, working from sketches or notes. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ, വളരെ പെട്ടെന്ന് ഒരു പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുക, സ്ട്രക്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരയ്ക്കുക, ഒരു ടവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ വരയ്ക്കുക. ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് വലിയൊരു പ്രോജക്റ്റാണ്, 2-3 ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ പ്ലാനിങ് തൊട്ട് അവസാനം വരെയുള്ള വളരെ സ്പീഡായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഹൈവേസ്, നമുക്കറിയാം ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയിൽ ഒരുപാട് വർക്ക് ഉണ്ടാവും. ഈ വർക്കെല്ലാം ചെയ്യാൻ സാധിക്കുക, അതിൻ്റെ ഡ്രോയിങ്സ് വരയ്ക്കാൻ സാധിക്കുക. സീവേജ് ഡിസ്പോസൽ പ്ലാൻസ്. സീവേജ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് കൊണ്ടുപോകുന്ന വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു, അതെങ്ങനെ അവിടുന്ന് റിമൂവ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചുള്ളതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് എവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് എങ്ങോട്ടും കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകാം, ഇങ്ങനെയൊക്കെ ഉള്ള ഡിസ്പോസൽ സിസ്റ്റം തന്നെ വരയ്ക്കുക. പിന്നെ ഡൈക്സ്, നമ്മൾ വെള്ളം ഒഴുകുന്നതിൻ്റെ മുകളിലേക്ക് പോകുന്നതും അങ്ങനെയുള്ള സിസ്റ്റംസ് എല്ലാം വരയ്ക്കുക. വർക്കിംഗ് ഫ്രം സ്കെച്ചസ്, ഒരു സ്കെച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, ഇതെല്ലാം. ആൻഡ് നോട്ട്സിൽ ചിലപ്പോൾ നോട്ട്സ് ആയിട്ടായിരിക്കും തരുന്നത്, അതിൽ നിന്നും എങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട്, അപ്പോൾ നല്ലൊരു ടീം, നല്ലൊരു ഡ്രാഫ്റ്റർ ആണെങ്കിൽ എന്തായിരിക്കും, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അപ്രൂവൽസ് ഒക്കെ വളരെ ഫാസ്റ്റായിരിക്കും, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നല്ല കപ്പാസിറ്റി ഉണ്ടാവും. അതുകൊണ്ട് നല്ലൊരു ടീം വർക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡ്രാഫ്റ്റർക്ക് അതിൻ്റെ എന്താ അവിടുത്തെ പ്രശ്നം, എറർ എന്താണെന്നുള്ളത് മനസ്സിലാവും. കോർഡിനേഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, നല്ലൊരു ടീം വർക്ക് ഉണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രോജക്റ്റ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് തീർക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ്. ഡ്രോ മാപ്സ്, ഡയഗ്രാംസ് ആൻഡ് പ്രൊഫൈൽസ് ഇൻക്ലൂഡിങ് ക്രോസ് സെക്ഷൻസ്,
ടോപ്പോഗ്രാഫിക്കൽ കോണ്ടൂർസ്, സബ്സർഫസ് ഫോർമേഷൻ സ്ട്രക്ചേഴ്സ്. ഇതെല്ലാം ആരുടെ ജോലിയാണ്? മാപ്പ് ഉണ്ടാക്കുക, ഡയഗ്രാംസ് ഉണ്ടാക്കുക, പ്രൊഫൈൽ. നമ്മുടെ റോഡിൻ്റെ പ്രൊഫൈല് ഇങ്ങനെയാണ്, റോഡ് ഇരിക്കുന്നതിൻ്റെ പ്രൊഫൈൽ എങ്ങനെയാണ്, ക്രോസ് സെക്ഷൻ, അത് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ വരയ്ക്കുക. ടോപ്പോഗ്രാഫിക് കോണ്ടൂർസ്, നമ്മുടെ ലാൻഡിൻ്റെ കോണ്ടൂർ, ഒരേ ലെവലിലുള്ള ലാൻഡാണ്, ലാൻഡ് എങ്ങനെ ഇരിക്കുന്നു, കയറി ഇറങ്ങിയാണോ, അതിൻ്റെ കോണ്ടൂർ വരയ്ക്കുക. സബ്സർഫസ് ഫോർമേഷൻ, ഭൂമിയുടെ അടിയിലുള്ള ഫോർമേഷൻസ്, സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം വരയ്ക്കേണ്ട ജോലി ആരുടെയാണ്? ഒരു സിവിൽ ഡ്രാഫ്റ്ററുടെ ജോലിയാണ്. അപ്പം നമ്മൾക്ക് ഇത്രയും പറഞ്ഞതിന് എന്തൊക്കെ മനസ്സിലായി? ഒരു ഡ്രാഫ്റ്റർ എന്ന് പറയുന്ന ആൾ, ഒരു ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് രണ്ടും ഒരാൾ തന്നെ. ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഡ്രാഫ്റ്ററിന് മസ്റ്റായിട്ടും എന്തറിഞ്ഞിരിക്കണം? നോളജ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് എ മസ്റ്റ് ഫോർ എ ഡ്രാഫ്റ്റർ. ഒരു നല്ലൊരു ഡ്രാഫ്റ്റർക്ക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ is a must. Proficiency, accuracy and speed is a must for a proficient draftsman to work as a team leader. നമ്മളൊക്കെ വരയ്ക്കുമ്പോൾ നല്ലൊരു ഡ്രാഫ്റ്റിനെ നോക്കാൻ അറിയാം. ഈ ഷോർട്ട് കട്ട്സ്, കീസൊക്കെ ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് വരയ്ക്കാനുള്ളൊരു കപ്പാസിറ്റി. അതെങ്ങനെയാണ് കിട്ടുന്നത്? ത്രൂ എക്സ്പീരിയൻസ്. ആദ്യം നമ്മൾ കമാൻഡ്സ് ഒക്കെ കൊടുത്ത് പതുക്കെ ചെയ്യും, പിന്നെ നമ്മൾ ഫാസ്റ്റ് ആവും. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കുന്ന ഒരു പ്രൊഫഷൻ്റ് ആയിട്ടുള്ള ഡ്രാഫ്റ്റ്സ്മാൻ നല്ലൊരു ടീം ലീഡർ ആയിരിക്കും. ദ സക്സസ് ഓഫ് ദ ടീം ഡിപ്പെൻഡ്സ് ഓൺ എഫിഷ്യൻസി ഓഫ് ദ ടീം മെമ്പേഴ്സ്. ടീം മെമ്പേഴ്സ് എത്ര എഫിഷ്യൻ്റ് ആണോ അതിനെ ആശ്രയിച്ചിരിക്കും ആ ഒരു ടീമിൻ്റെ കപ്പാസിറ്റി. യൂഷ്വലായിട്ട് ഒരു ആർക്കിടെക്റ്റിൻ്റെ കീഴിൽ 2 or 3 ഡ്രാഫ്റ്റിംഗ് ടീം കാണും. എന്നാലും നമ്മൾ ഓരോ വർക്ക് അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഇന്ന ടീമാണെങ്കിൽ നോക്കിക്കോ, ഈ വർക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്രൂവൽ കിട്ടി വളരെ ഫാസ്റ്റായിട്ട് തീർന്നിരിക്കും. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ദ ഡിപ്പെൻഡ്സ് ഓൺ ദി കപ്പാസിറ്റി ഓഫ് ദി ഡ്രാഫ്റ്റ്സ്മാൻ. ആ ഡ്രാഫ്റ്റ്സ്മാൻ്റെ ആ ഡ്രാഫ്റ്റിംഗ് ടീമിൻ്റെയും കപ്പാസിറ്റി, പ്രോബ്ലം സോൾവ് ചെയ്യാനും. ഒരു എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഒരാൾ വരയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഇന്നടുത്തൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്നെന്ന് പറയാനുള്ള ഒരു എറർ സോൾവിങ് കപ്പാസിറ്റി. ഇതൊക്കെ എങ്ങനെ വരുന്നതാണ്? നമ്മുടെ നോളജ്, നമ്മുടെ അറിവ്, നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിവ്, നമ്മൾ എത്രമാത്രം അതിനെ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നു, ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ടീമിൻ്റെ കപ്പാസിറ്റി. ദ സക്സസ് ഓഫ് ദ പ്രോജക്റ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡ്രാഫ്റ്റിംഗ് ടീം. ചിലപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് ലൈൻ സ്കെച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ അപ്രൂവൽസ് എന്ന് പറഞ്ഞ ഒരു ബിഗ് പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം നമ്മൾ ഡ്രോയിങ്സ് ആക്കി, ഈ ഡ്രോയിങ്സിനെയൊക്കെ നമ്മൾ അപ്രൂവലിന് വേണ്ടി അയക്കണം. ഇതിനൊക്കെ ഒരുപാട് സമയം വേണം. ഈ ഡ്രോയിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം വേണ്ടി വരും. ഈ സമയമെല്ലാം എത്ര ഫാസ്റ്റായിട്ട് ചെയ്തു തീർക്കുന്നു. അത് ചിലരൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രൂവൽ എന്നുള്ള ഷുവറാണ്. ചില ഡ്രോയിങ്സ് നമ്മൾ ഇന്ന ടീം കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്മിഷൻ ഇറ്റ്സെൽഫ് വിൽ ഗെറ്റ് ദ അപ്രൂവൽ. അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് അപ്രൂവൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിനൊക്കെ അപ്പോൾ ഈ അപ്രൂവൽസ് തൊട്ട് ഈ ടീമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഉള്ള ഈ പ്രോജക്റ്റിൻ്റെ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കാനും ഒരു നല്ലൊരു ഡ്രാഫ്റ്റിംഗ് ടീമിന് സാധിക്കും. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് ടീമിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ അപ്രൂവൽ. ഇനി എന്താണ് കമ്പ്യൂട്ടർ? അപ്പം നമുക്ക് എന്തായാലും അറിയാം, ഒരു നല്ലൊരു ഡ്രാഫ്റ്ററിന് കമ്പ്യൂട്ടർ ഒരു മസ്റ്റാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ, ഒരു മെഷീൻ ദാറ്റ് ക്യാൻ ബി പ്രോഗ്രാം ടു ക്യാരി ഔട്ട് സീക്വൻസസ് ഓഫ് arithmetical or logical operations automatically. Arithmetic and logical operations. If a plus b is equal to c, അപ്പോൾ a plus b is equal to c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if c is greater than 5 ആണെങ്കിൽ ഇത് വേറൊരു ജോലി ചെയ്യണം. if c is less than 5, അപ്പോൾ ഈ രണ്ടായിട്ട്, അതായത് അരിത്തമെറ്റിക്കും ചെയ്യണം, ഇന്നതിൽ കൂടുതലാണ് ഇന്നതിൽ താഴെയാണെന്ന് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ്റെ പേരാണ് കമ്പ്യൂട്ടർ. അപ്പം കമ്പ്യൂട്ടറിന് അരിത്തമെറ്റിക്സും ചെയ്യാൻ പറ്റുന്ന ലോജിക്കൽ ഓപ്പറേഷൻസും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യുന്ന ഒരു മെഷീൻ്റെ പേരാണ് കമ്പ്യൂട്ടർ. എ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഹാസ് 4 മെയിൻ കമ്പോണൻറ്റ്സ്. ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ, ഒരു സാധാരണ കമ്പ്യൂട്ടറിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ദ അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, നിങ്ങൾക്കറിയാം. അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, memory, input output devices, collectively known as I/O. These parts are interconnected by buses, often made of group of wires. Buses എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുകളുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. Inside each of these parts there are thousands to trillions of small electrical circuits which can be turned on or off by means of an electronic switch.
അപ്പം നമ്മൾ ഈ പാർട്സിനെ എല്ലാം നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ബസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് വയേഴ്സ്. ആ വയറുകളെല്ലാം ഓരോ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആയിരിക്കും. ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന് നമ്മൾ ഇലക്ട്രോണിക് സ്വിച്ച് ഉപയോഗിച്ച് ഓണും ഓഫും ചെയ്യും. അങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. The arithmetic logical unit is capable of performing arithmetical and logical operations. ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ may contain multiple ALUs. ഒരുപാട് അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്സ് ഉള്ള മൾട്ടിപ്പിൾ ALUs ഉള്ള കമ്പ്യൂട്ടർ വരെ അവൈലബിൾ ആണ്. Control unit manages the computer's various components, read and interprets the program instructions, transforming them into control signals that activate other parts of the computer. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന ഓരോ പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസും എന്താക്കി മാറ്റും? കൺട്രോൾ സിഗ്നൽസ് ആക്കി മാറ്റും. എന്നിട്ട് ഈ സിഗ്നൽസ് എന്ത് ചെയ്യും? ഈ കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ ആക്ടിവേറ്റ് ചെയ്യും. Central Processing Unit CPU consists of control unit, ALU and registers. Registers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി മെമ്മറിയാണ്. നിങ്ങൾക്കറിയാം, ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേനും നിങ്ങളൊരു ബാഗിൽ ഒരു പേഴ്സിനകത്ത് പേന, പെൻസിൽ, കാൽക്കുലേറ്റർ, റബ്ബർ ഇതെല്ലാം എടുത്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പരീക്ഷ എഴുതാൻ നേരത്തേക്ക് പേനയും പെൻസിലും റബ്ബറും മാത്രം എടുത്ത് പുറത്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി. അതേപോലെ ഈ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നിന്ന് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ടെമ്പററി ആയിട്ട് ഒരു രജിസ്റ്റർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്യാഷ് എന്നൊക്കെ നിങ്ങൾ പറയും, ക്യാഷ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ടെമ്പററി മെമ്മറി സ്റ്റോറേജസ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നത്. അതേപോലെ ഒന്നാണ് രജിസ്റ്റേഴ്സ്. കൺട്രോൾ യൂണിറ്റ്, ALU, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, ഇത് മൂന്നും കൂടെ കൂടുന്നതിന് പറയുന്നതാണ് CPU. അപ്പോൾ കമ്പ്യൂട്ടർ മെയിൻ മെമ്മറി ആർ ഓഫ് 2 ടൈപ്സ്. 2 തരം മെയിൻ മെമ്മറീസ് ഉള്ളത്. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ആൻഡ് റൈറ്റ് എനി ടൈം വിത്ത് കമാൻഡ്സ്, നമ്മൾ സേവ് ചെയ്ത് വെക്കുമ്പോൾ റാൻഡം ആക്സസ് മെമ്മറി. റീഡ് ഓൺലി മെമ്മറി, ROM, preloaded with data and software that never changes. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് ആണ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം റാമും റോമും. റാം എന്ന് പറയുമ്പോൾ നമുക്ക് കമാൻഡ്സ് വെച്ചിട്ട് മെമ്മറി ചേഞ്ച് ചെയ്യാം. റോം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഇനിയുള്ള നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ പെരിഫറൽസ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ പാർട്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ പെരിഫറൽസ്? കമ്പ്യൂട്ടർ പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓക്സിലറി ഡിവൈസസ് യൂസ്ഡ് ടു ഗീവ് ഇൻഫർമേഷൻ ഇൻ ടു ആൻഡ് ഗെറ്റ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനും അത് കഴിഞ്ഞ് പ്രോസസ്ഡ് ഇൻഫർമേഷൻ തിരിച്ചു കിട്ടുവാനും ഉപയോഗിക്കുന്ന വേറെ ഡിവൈസ്, ഓക്സിലറി, അതിൻ്റെ കൂടെയുള്ള ഡിവൈസസിനാണ് പറയുന്നത് കമ്പ്യൂട്ടർ പെരിഫറൽസ്. ഓൾ ഹാർഡ്വെയർ കമ്പോണൻസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ, നമുക്ക് ടച്ച് ചെയ്യാവുന്ന, അങ്ങനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ കൈകൊണ്ട് ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാവുന്ന ഹാർഡ്വെയർ കമ്പോണൻസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ ആൻഡ് ആർ കൺട്രോൾഡ് ബൈ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ബട്ട് ആർ നോട്ട് ദി കോർ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ കോർ കമ്പോണൻ്റ് എല്ലാം പുറത്ത് നമ്മൾ പിടിപ്പിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന എല്ലാ ഹാർഡ്വെയർ കമ്പോണൻസ് അതിന് എന്താ പറയുന്നത്? കമ്പ്യൂട്ടർ പെരിഫറൽസ്. ദീസ് ആർ ഡിവൈസസ് വിച്ച് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ആൻഡ് പ്ലഗ്ഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുകയും ചെയ്യാം, പെട്ടെന്ന് ഊരിയെടുക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ പെരിഫറൽസ്. An input device sends data or instructions into the computer. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് ഡേറ്റ കൊടുക്കും. സച്ച് ആസ് എ മൗസ്, കീബോർഡ്, ഗ്രാഫിക് ടാബ്ലറ്റ്, ഇമേജ് സ്കാനർ, ബാർകോഡ് റീഡർ, ഗെയിം കൺട്രോളർ, ലൈറ്റ് പെൻ, ലൈറ്റ് ഗൺ, മൈക്രോഫോൺ, വെബ്കാം, ഇതെല്ലാം എന്താ ചെയ്യുന്നത്? പുറത്തുനിന്നൊരു ഡേറ്റ എടുത്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്? ഇൻപുട്ട് device. An output device provides output from the computer such as computer monitor. നമുക്ക് കിട്ടിയ പ്രോസസ്ഡ് ഡേറ്റ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മോണിറ്ററിൽ കൂടെ. പ്രൊജക്ടർ, പ്രിൻ്റർ, ഹെഡ്ഫോൺസ്, കമ്പ്യൂട്ടർ സ്പീക്കർ, ഇതെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ്.
ഇത് കൂടാതെ ഇൻപുട്ട് ചെയ്യുകയും ഔട്ട്പുട്ട് ചെയ്യുകയും രണ്ടും ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് പെർഫോംസ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് സച്ച് എസ് എ കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോറേജ് ഡിവൈസ്. കമ്പ്യൂട്ടർ ഡേറ്റ ഡിസ്ക് ഡ്രൈവ് അറിയാൻ നിങ്ങൾക്ക് CD, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളതാണ് SSD കമ്പ്യൂട്ടേഴ്സാണ്, വളരെ ഫാസ്റ്റാണ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്. USB ഫ്ലാഷ് ഡ്രൈവ്, USB അറിയാമല്ലോ നിങ്ങൾക്ക്. USB അതിന് വേറെ പല പേരിൽ നിങ്ങൾ പറയും. മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതിനകത്ത് ഇടുന്ന മെമ്മറി കാർഡ്. ടേപ്പ്, നെറ്റ്വർക്ക് അഡാപ്റ്റർ, മൾട്ടി ഫങ്ഷൻ പ്രിൻ്റർ. ഇതെല്ലാം മൾട്ടി ഫങ്ഷൻ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഡേറ്റ USB കൂടെ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പ്രിൻ്ററും പ്ലോട്ടറും ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇൻപുട്ട് ചെയ്യുകയും ചെയ്യാം ഔട്ട്പുട്ട് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ രണ്ടും കൂടി ഉപയോഗിക്കാവുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. Many modern electronic devices such as internet-enabled digital watches, keyboards and tablet computers have interfaces to use as computer peripheral devices. അറിയാമല്ലോ, ഇപ്പോൾ ഉള്ള പല മോഡേൺ ഡിവൈസസും നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതെല്ലാം നമുക്ക് പെരിഫറൽ ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കും. ഇനി പോർട്സ് ഇൻ എ കമ്പ്യൂട്ടർ ഫോർ കണക്ടിങ് പെരിഫറൽസ്. പോർട്സ് നിങ്ങളെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ പോർട്സ് എല്ലാം. അപ്പോൾ പോർട്സ് എന്തൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുക. സീരിയൽ പോർട്സ് യൂസ്ഡ് ഫോർ PDS ആൻഡ് സീരിയൽ ഡിവൈസസ്. PDS എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്. അതിന് വേണ്ടിയിട്ട് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന പോർട്സ് ആണ് ഇപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക് സൈഡിൽ, കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇത് കാണാം. പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. PS2 പോർട്ട്, മൗസും കീബോർഡ്. പണ്ടത്തെ മൗസൊക്കെ ഇങ്ങനെയായി, കീബോർഡൊക്കെ ഇങ്ങനെയായിരുന്നു കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം USB കൂടി ആയി. എന്നാലും ഇങ്ങനത്തെ പോർട്സ് ഉള്ളത് ഇപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഈ പോർട്സ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടുവെക്കുക. പാരലൽ പോർട്ട് യൂസ്ഡ് ഫോർ പ്രിൻറ്റേഴ്സ് ആൻഡ് ഡേറ്റ. ഇങ്ങനെ ഉണ്ടാവും ബാക്കിൽ. പിന്നെ ഗെയിംസ് പോർട്ട്, ജോയ്സ്റ്റിക്സ് ആൻഡ് MIDI ഇൻപുട്ട്. എന്താ MIDI? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡിജിറ്റൽ ഇൻ്റർഫേസ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു സെറ്റ് ഓഫ് പോർട്സ്. ഇനി VGA പോർട്ട്. VGA എന്ന് പറഞ്ഞത് വീഡിയോ ഗ്രാഫിക്സ് അറേ. അതിൻ്റെ 15 പിൻസ് ഉണ്ട്. ആ പിൻസ് കൂട്ടാനായിട്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് VGA പോർട്ട്. വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വീഡിയോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഫൈൻഡ് വീഡിയോ എന്ന് പറയും. അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടാണിത്. HDMI, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. അത് ഓഡിയോ വീഡിയോ ഇൻ്റർഫേസ് ആണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഡിജിറ്റൽ വീഡിയോ ഇൻ്റർഫേസ്, DVI കണക്ടേഴ്സ് മേ നോട്ട് ഓൾവേസ് വർക്ക് ടുഗദർ. ഇതെല്ലാം കൂടെ വർക്ക് ചെയ്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ വീഡിയോ ഇൻ്റർഫേസ്. ഇൻ്റർനെറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു ഒറ്റ ബിൽഡിങ്ങിൽ മാത്രമായിട്ട് നമ്മൾ കണക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് ടുഗദർ ഇൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN എന്ന് പറയും. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് കണക്ട് ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റ്. മോഡം നിങ്ങൾക്കറിയാം, മോഡുലേറ്റേഴ്സ്, ഡിമോഡുലേറ്റേഴ്സ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡേറ്റ ഫ്രം ഡിജിറ്റൽ ടു അനലോഗ് ഫോർമാറ്റ്. അപ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള ഡേറ്റയെ അനലോഗ് ഫോർമാറ്റിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫയർ വയർ, ഐലിങ്ക്, IEEE 13994 എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ട്. ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടോ കേബിൾസ്? അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. വളരെ ഫാസ്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ വേറൊരു പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്കോ ഓഡിയോ വീഡിയോ ഡിവൈസിലേക്കോ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിലേക്കോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് ഫയർ വയർ എന്ന് പറയുന്നത്. പിന്നെ IEC പവർ കണക്ടേഴ്സ്, അതായത് ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് കേബിൾസ് ആണ് ഇതൊക്കെ. നിങ്ങൾ ഈ കേബിൾസ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ പുറകിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ യൂഷ്വലായിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് കാണാൻ ഇങ്ങനത്തെ കേബിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ഉണ്ടാവും. ഇതിൻ്റെ പേരാണ് IECs. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ പെരിഫറൽസ് കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർട്സ്. പിന്നെ എന്താണിത്? USB, യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫ്ലാഷ് ഡ്രൈവ് എന്നോ എന്നൊക്കെ പറയും നിങ്ങൾ. ഇതിനൊക്കെ ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറയും. പിന്നെ USB എന്നാണ് യൂഷ്വൽ കോമൺ നെയിം പറയുന്നത്, യൂണിവേഴ്സൽ സീരിയൽ ബസ്സസ്. അത് USB ABC എന്ന് പറഞ്ഞ പുതിയ വേർഡ്സ്. A എന്ന് പറയുന്നത് Aനേക്കാളും വളരെ ഫാസ്റ്റ് ആയിരിക്കും. B അങ്ങനെ പുതിയ അഡ്വാൻസ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് ഇവർ പേര് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ USB-യുടെ Aയേക്കാളും സ്പീഡുണ്ട് Bക്ക്. അങ്ങനെ ഈ ടെർമിനോളജി മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ USB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാക്ക് സൈഡ്. യൂഷ്വലി ഇപ്പോൾ എല്ലാ ഡിവൈസസും നമുക്ക് കൊണ്ട് USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ സാറ്റ
external hard drive port, video and audio port, home theater systems, Wi-Fi networking and expansion cards. ഇത്രയൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന പോർട്സ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ആസ് എ ഡ്രാഫ്റ്റ്സ്മാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ പെരിഫറൽ ഡിവൈസാണ് പ്ലോട്ടേഴ്സും പ്രിൻറ്റേഴ്സും. അപ്പോൾ പ്ലോട്ടേഴ്സ് എന്താണ്, പ്രിൻറ്റേഴ്സ് എന്താണ്? അപ്പോൾ പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്കെയിലിൽ, നിങ്ങൾ A4 സൈസ് എന്താണെന്ന് പഠിച്ചു. A4 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പേപ്പർ. A4ൻ്റെ ഇരട്ടി സൈസാണ് A3. A3യുടെ ഇരട്ടി സൈസാണ് A2. A2ൻ്റെ ഇരട്ടി സൈസാണ് A1. A1ൻ്റെ ഡബിൾ സൈസാണ് A0. A1 സൈസ് പേപ്പറും A0 സൈസ് പേപ്പറുമാണ് നമ്മൾ ഡ്രോയിങ്സിന് യൂഷ്വലായിട്ട് വരയ്ക്കാൻ, വീടിൻ്റെ ഡ്രോയിങ്സ് വരയ്ക്കുവാനായിട്ട് മെയിൻലി ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്ലോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് യൂഷ്വലി എ പെരിഫറൽ കമ്പോണൻറ്റ്. ഈ പ്ലോട്ടറും ഒരു പെരിഫറൽ കമ്പോണൻ്റ് ആണ്. മേക്സ് ഡ്രോയിങ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് പെൻ. അതിൽ കുറേ പെന്നുകളുണ്ട്. ആ പെന്നുകളാണ് ഈ ഡ്രോയിങ്സ് വരയ്ക്കുന്നത്. പ്രൊഡ്യൂസ് hard copies of large graphs and designs like construction maps, engineering drawings, architectural plans, business charts on big size papers. A4 മുതലുള്ള A1ഉം A0 പോലുള്ള വലിയ സൈസിലാണ് ഈ പ്ലോട്ടേഴ്സ് പ്രിന്റ് ചെയ്യുന്നത്. ഈസിലി ഡ്രോ കണ്ടിന്യൂസ് ലൈൻസ് ഫ്രം പോയിന്റ് ടു പോയിന്റ് അറ്റ് സെയിം ടൈം. ഒരേ സമയത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് ഒന്നിച്ച് വരച്ച് പോകാം. It produces the data in hard copy at a relatively slower rate. വളരെ സ്ലോ ആയിട്ടായിരിക്കും ഈ പ്ലോട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. പ്ലോട്ടർ എന്താണെന്ന്, അപ്പം പ്ലോട്ടർ വർക്ക് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു പ്ലോട്ടറിൻ്റെ വീഡിയോ കണ്ടു നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്ലോ പതുക്കെ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര സമയം എടുക്കുമെന്ന് കണ്ടു. അപ്പോൾ അതായത് ഒരു ബിൽഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് പല ഡ്രോയിങ്സ് പഞ്ചായത്ത് കൊടുക്കാൻ, ക്ലയൻറ്റിന് കൊടുക്കാൻ, അപ്രൂവൽസിന് കൊടുക്കാൻ, അങ്ങനെ 4-5 സെറ്റ് ഡ്രോയിങ്സ് ഓരോന്നും ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് 100-150 ഡ്രോയിങ്സ് ഒരു പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ദിവസം മുമ്പ് പ്ലാൻ ചെയ്യണമെന്ന് ആലോചിച്ച് കൊടുക്കും. അപ്പോൾ അതായത് 1 വീക്കിന് മുമ്പ് നമ്മൾ സഫീഷ്യൻ്റ് ഡേറ്റ് പ്ലാൻ ചെയ്ത് പ്ലോട്ട് ചെയ്ത് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് പ്ലോട്ടിങ് കഴിയുള്ളൂ. യൂഷ്വലി ഒരു വലിയ കൺസ്ട്രക്ഷൻ തന്നെയായിട്ട് 3-4 പ്ലോട്ട് അതിനെ കാണും. ഈ പ്ലോട്ടേഴ്സൊക്കെ പ്ലോട്ട് ചെയ്ത് ഇത്രയും ഡ്രോയിങ്സ് നമ്മൾ ബൈൻഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് 1 വീക്ക് പ്ലോട്ട് ചെയ്യുന്നതല്ല, വളരെ സ്ലോ ആയിട്ട് പ്ലോട്ട് കണ്ടോ, വളരെ സ്ലോയിൽ പ്ലോട്ട് ചെയ്ത് വരുന്നത്. അപ്പം പ്ലോട്ടേഴ്സ് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് പ്രിൻറ്റേഴ്സ്. പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഔട്ട്പുട്ട് ഡിവൈസ്. ഒരു എക്സ്റ്റേണൽ ഡിവൈസാണ്, ഔട്ട്പുട്ട് ഡിവൈസാണ്. ഇറ്റ് വർക്ക്സ് ടു അക്വയർ ദ ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് ഔട്ട്പുട്ട് ഫ്രം ദ കമ്പ്യൂട്ടർ ആസ് ഹാർഡ് കോപ്പി. നിങ്ങളെല്ലാം പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഹാർഡ് കോപ്പി കിട്ടാൻ വേണ്ടി, കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ് കോപ്പിയെ നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻ്റർ ഉപയോഗിക്കുന്നത്. ഇറ്റ് പ്രോസസ്സസ് ദ സോഫ്റ്റ് കോപ്പി ആൻഡ് പ്രൊഡ്യൂസസ് ഹാർഡ് കോപ്പി. സോഫ്റ്റ് കോപ്പിയെ അത് ഹാർഡ് കോപ്പിയാക്കി മാറ്റും. പ്രിൻറ്റേഴ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ ദ സ്പീഡ്, കോസ്റ്റ്, സൈസ്, ക്വാളിറ്റി ഓഫ് ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ്ഡ് ആൻഡ് കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ. ഇതിനെല്ലാം ബേസ് ചെയ്ത് പ്രിൻറ്റേഴ്സ് പലതരത്തിലുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് ഡേറ്റ ഇൻ ഹാർഡ് കോപ്പി ഫോർമാറ്റ് അറ്റ് എ ഫാസ്റ്റ് സ്പീഡ്. പ്ലോട്ടർ പോലെയല്ല, വളരെ ഫാസ്റ്റായിട്ട് ഹാർഡ് കോപ്പി ഉണ്ടാക്കും. ഇറ്റ് ക്യാൻ പ്രിൻറ്റ് ഓൺലി എ സിംഗിൾ ലൈൻ അറ്റ് എ ടൈം. ഒറ്റ ലൈൻ മാത്രമേ ഒരു ലൈൻ മാത്രമായിട്ട് സിംഗിളായിട്ട് വരയ്ക്കാൻ പറ്റും. എല്ലാ ലൈൻസും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ അതിന് കഴിവില്ല. ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു പ്രൊഡ്യൂസ് ഗ്രാഫിക്സ് ആൻഡ് ടെക്സ്റ്റ് ഇൻ എ ഫിസിക്കൽ മീഡിയം സച്ച് എസ് എ പേപ്പർ. ഒരു പേപ്പർ യൂഷ്വലായിട്ട് ഏതൊക്കെ സൈസ് പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? A4 സൈസും A3 സൈസ് പേപ്പറുമാണ് യൂഷ്വലായിട്ട് നമുക്ക് പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുക. അതേസമയത്ത് പ്ലോട്ടറിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് A0 സൈസും A1 സൈസ് പേപ്പേഴ്സും ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഈ പ്ലോട്ടേഴ്സും പ്രിൻറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. Plotter, it draws pictures on the paper with the help of commands given through computer. കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഒരു കമാൻഡിനെ ബേസ് ചെയ്തായിരിക്കും പ്ലോട്ടർ പ്ലോട്ട് ചെയ്യുന്നത്. പ്രിൻ്റർ ആണെങ്കിലോ it brings images and text on the page with the help of commands given through a network. ഒരു നെറ്റ്വർക്കിൽ കൂടെ കൊടുക്കുന്ന കമാൻഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യുന്നത്. പ്ലോട്ടർ is expensive. It is less costly compared to plotters.
പ്ലോട്ടർ ക്യാൻ ഡ്രോ കണ്ടിന്യൂസ് ആയിട്ട് ലൈൻസ് വരയ്ക്കാൻ പറ്റും. പക്ഷേ പ്രിൻ്ററിന് കണ്ടിന്യൂസ് ലൈൻ വരയ്ക്കാൻ സാധിക്കില്ല. ഇറ്റ് വർക്ക്സ് ഓൺ എ സ്ലോ സ്പീഡ്. വളരെ സ്ലോ ആയിട്ടാണ് പ്ലോട്ടർ വർക്ക് ചെയ്യുന്നത്. പ്രിൻ്റർ ക്യാൻ വർക്ക് അറ്റ് ഫാസ്റ്റ് സ്പീഡ്സ്. പ്ലോട്ടർ സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ്സ് അഡോബ് ഇല്ലസ്ട്രേറ്റർ, കോറൽ, ഫ്ലെക്സി, കാഡ്. ഇതെല്ലാം പ്ലോട്ടർ കോമ്പാറ്റിബിൾ ആണ്. അതേസമയത്ത് പ്രിൻ്ററിലാണെങ്കിൽ ഇൻക്ലൂഡ്സ് ഫോട്ടോഷോപ്പ് ആൻഡ് മെനി അതർ ഇമേജ് എഡിറ്റിംഗ് പ്രോഗ്രാംസ് ആണ് പ്രിൻ്ററിന് ഉപയോഗിക്കുന്നത്. Plotter gives the output in the format that is similar to vector graphics. So 3D vector എന്ന് പറഞ്ഞാൽ IJK 3D വെക്ടർ ഗ്രാഫിക്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് പ്ലോട്ടറിൽ നിന്ന് കിട്ടുന്നത്. ബട്ട് ഇൻ പ്രിൻ്റ് ദ ഔട്ട്പുട്ട് ഡേറ്റ ഈസ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് ബിറ്റ് മാപ്സ് ഓർ പിക്സൽസ്. പിക്സൽ സൈസിലെ പിക്സൽസിനെ ബേസ് ചെയ്തായിരിക്കും പ്രിൻ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട്. ഇനി പ്ലോട്ടേഴ്സ് 3 തരമുണ്ട്. ഫാറ്റ് ബ്ലെഡ് പ്ലോട്ടർ, ഡ്രം പ്ലോട്ടർ, ഇങ്ക്ജെറ്റ് പ്ലോട്ടർ. ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രം പ്ലോട്ടറാണ്. ഇതാണ് യൂഷ്വലായിട്ട് എല്ലായിടത്തും കാണുന്നത്. ഫാറ്റ് ബ്ലെഡ് ആണെങ്കിൽ നമ്മൾ ഫാറ്റ് ബെഡിൽ നമ്മൾ പേപ്പർ വെക്കുമ്പോൾ അതിൽ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡ്രം പ്ലോട്ടറിലാണെങ്കിൽ ഒരു ഡ്രമ്മിൽ നിന്ന് പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ക്ജെറ്റ് പ്ലോട്ടർ അത് ഏകദേശം ഫ്ലാറ്റ് പോലെയാണ്, ഇങ്ക്ജെറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് 3 ടൈപ്സ് ഓഫ് പ്ലോട്ടേഴ്സ്. പ്രിൻറ്റേഴ്സ് 2 തരമുണ്ട്. ഇമ്പാക്ട് പ്രിൻ്ററും നോൺ ഇമ്പാക്ട് പ്രിൻ്ററും. ഇമ്പാക്ട് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ പ്രസ്സിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന പോലെ ഒരു സാധനം അത് ടൈപ്പ് റൈറ്ററൊക്കെ പോലെ വന്ന് ഈ അടിച്ചാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇമ്പാക്റ്റ് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് പ്രിൻ്റ് വരുന്നത്. അങ്ങനെ പ്രിൻറ്റേഴ്സ് 2 തരമുണ്ട്. ഇമ്പാക്ട് പ്രിൻ്ററും നോൺ ഇമ്പാക്ട് പ്രിൻ്ററും. ഇമ്പാക്ട് പ്രിൻറ്റേഴ്സൊക്കെ ഇപ്പോൾ ഏകദേശം ഒബ്സൊലേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സാണ്. എന്നാലും ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് 2 തരമുണ്ട്. ക്യാരക്ടർ പ്രിൻറ്റേഴ്സും ലൈൻ പ്രിൻറ്റേഴ്സും. ക്യാരക്ടർ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് ഡെയ്സി വീൽ പ്രിൻ്റർ, ഡോട്ട് മെട്രിക് പ്രിൻ്റർ. ലൈൻ പ്രിൻറ്റേഴ്സിന് 2 തരമുണ്ട്. ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ. നോൺ ഇമ്പാക്ട് പ്രിൻ്റർ ഇങ്ങനെ വന്ന് ഇടിച്ച് പ്രിൻ്റ് ചെയ്യുന്നതിന് പകരം ഒരു റേയിൽ കൂടെ വരുന്ന പ്രിൻറ്റേഴ്സിനാണ് ഈ നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ലേസർ പ്രിൻ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രിൻറ്റേഴ്സ്. ലേസർ പ്രിൻ്ററും ഇങ്ക്ജെറ്റ് പ്രിൻ്ററും തെർമൽ പ്രിൻറ്റേഴ്സും. ഡെയ്സി വീൽ പ്രിൻ്റർ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? എവിടെയാണ് കണ്ടിരിക്കുന്നത്? യൂഷ്വലായിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രിൻ്ററിൽ നിന്ന് മെഡിസിൻസൊക്കെ അടിച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എപ്പോഴും ഡെയ്സി വീൽ പ്രിൻ്ററാണ്. ഇതിലിങ്ങനെ വരുന്ന ടൈപ്പ് റൈറ്റർ പോലെ അടിച്ചടിച്ചാണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഡോട്ട് മെട്രിക് പ്രിൻ്റർ ഇപ്പോഴും നിങ്ങൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്ബുക്കൊക്കെ വെച്ചിട്ട് വരുന്നതാണ് ഡോട്ട് മെട്രിക് പ്രിൻ്റർ. നിങ്ങളത് ഇത് യൂഷ്വലായിട്ട് കണ്ടിട്ടുണ്ട്. ഡ്രം പ്രിൻ്റർ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പം ഒരു ഡ്രമ്മിൽ വന്നിങ്ങനെ അടിച്ചടിച്ചടിച്ച് പ്രിൻ്റ് ചെയ്യുന്നതാണ് ഡ്രം പ്രിൻ്റർ. അടിച്ചിട്ട് ഇങ്ങനത്തെ ഉള്ള പ്രിൻറ്റേഴ്സും നിങ്ങൾ യൂഷ്വലായിട്ട് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ യൂഷ്വലി മാർജിൻ ഫ്രീയിലോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് ടൈപ്പ് ഓഫ് പ്രിൻറ്റേഴ്സ്. ചെയിൻ പ്രിൻ്റർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടോ? ഇതിലൊക്കെ കണ്ടോ ഒരു പ്രിൻ്റ് ഹാമറുണ്ട്. ഹാമർ വന്ന് അടിക്കുക ചെയ്താൽ നിങ്ങൾക്ക് അക്ഷരങ്ങൾ പോകുന്നുണ്ടോ? XW ഇതൊക്കെ ഈ അക്ഷരത്തിൽ പോയി അത് വന്ന് അടിച്ചടിച്ചാണ് ഒരു ചെയിൻ ഉണ്ട്. ആ ചെയിൻ ഇങ്ങനെ മൂവ് ചെയ്യും. ആ ചെയിൻ മൂവ് ചെയ്യുമ്പോഴത്തേനും ഈ അക്ഷരങ്ങൾ ഏത് അക്ഷരത്തിലാണ് വേണ്ടത് അവിടെ വരുമ്പോൾ ഒരു അടിയടിക്കും. അങ്ങനെയാണ് ചെയിൻ പ്രിൻ്റർ മെക്കാനിസം. തെർമൽ പ്രിൻ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ബാർകോഡാണ് യൂഷ്വലി ബാർകോഡ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പ്രിൻ്ററാണ് തെർമൽ പ്രിൻ്റർ. വളരെ ചെറുതായിരിക്കും ബാർകോഡ് വന്ന് ഒട്ടിക്കുന്ന ബാർകോഡ്സ് വരുന്നത്. ഇത് യൂഷ്വലായിട്ട് നിങ്ങൾ കാണുന്ന ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തെർമൽ പ്രിൻറ്റേഴ്സാണ് കാണുന്നത്. ലേസർ പ്രിൻ്റർ നിങ്ങൾ വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ലേസർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് ലേസർ പ്രിൻ്റർ. ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ഇതൊക്കെയാണ് കോമൺ ടൈപ്പ് ഓഫ് പ്രിൻറ്റേഴ്സ്. പിന്നെ നല്ലവണ്ണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളിത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഒരു ഡ്രാഫ്റ്റ്സ്മാനിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രിപ്പയർ ചെയ്യാണ്. യു ആർ ഗോയിങ് ടു ബി എ ഗുഡ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലേ? അപ്പോൾ ഈ കോവിഡ് കാലവും ഈ മൈൽഡ് വെക്കേഷൻ പീരീഡും നിങ്ങൾ ഫുൾ ടൈം എൻജോയ് ചെയ്യാതെ കുറേയൊക്കെ പഴയ വീഡിയോസൊക്കെ കണ്ട് ഗെറ്റ് റെഡി ടു ബി എ വെരി ഗുഡ്, efficient, effective and bold draftsman. Thank you.